IPL ക്രിക്കറ്റ് വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ വൻ ദുരന്തം. തിക്കിലും തിരക്കിലും 11 മരണം, 50ഓളം പേർക്ക് പരിക്കേറ്റു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ താരങ്ങളെ സ്വീകരിക്കുന്നതിനിടയിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമാണ് അപകടമുണ്ടായത്. ദുരന്തത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അപലപിച്ചു. 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ IPL കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് സ്വന്തമായെങ്കിലും സന്തോഷത്തിന് 24 മണിക്കൂറിന്റെ ആയുസ്സുണ്ടായില്ല. കന്നിക്കിരീട വിജയം ആഘോഷിക്കാൻ ആരാധകർ കൂട്ടമായി എത്തിയത് വൻ ദുരന്തത്തിലാണ് കലാശിച്ചത്. വിധാൻ സൗധ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെ തുറന്ന ബസ്സിൽ താരങ്ങളെ ഉൾപ്പെടുത്തി വിക്ടറി പരേഡ് നടത്താനായിരുന്നു കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ചത്. റോഡിലുടനീളം തിരക്ക് അനിയന്ത്രിതമായതോടെ വിക്ടറി പരേഡ് മാറ്റിവെക്കുകയും ഇതറിഞ്ഞ ആരാധകർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയതുമാണ് അപകടത്തിന് കാരണമായത്. സ്റ്റേഡിയത്തിലെത്തിയ RCB താരങ്ങൾ പുറത്ത് അപകടം നടക്കുന്നതറിഞ്ഞിട്ടും കിരീട വിജയാഘോഷം തുടർന്നത് വൻ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലും പരിക്കേറ്റവരെ ബൗറിംഗ് ആശുപത്രിയിലും ലേഡി കഴ്സൺ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബംഗളൂരു ദുരന്തം IPL വിജയത്തിന്റെ സന്തോഷം മായ്ച്ചുവെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. അതേസമയം തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രതികരിച്ചു. And we appeal even in the metros, whatever the metros has been jammed. We are not able to start. We are taking a little bit time to see that everything comes to the normal position. ബംഗളൂരുവിലേത് ഹൃദയം തകർക്കുന്ന ദുരന്തമെന്നാണ് പ്രധാനമന്ത്രി Xൽ കുറിച്ചത്. അതേസമയം സർക്കാരിന്റെ ഫോട്ടോഷൂട്ടാണ് ദുരന്തത്തിന് കാരണമെന്ന് BJP നേതാവ് തേജസ്വി സൂര്യ വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ബംഗളൂരു ദുരന്തത്തിൽ സർക്കാർ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഇതിന്റെയൊക്കെ വിശദാംശങ്ങളുമായി ഐശ്വര്യ ചേരുന്നുണ്ട്. ഐശ്വര്യ, സന്തോഷ കാഴ്ചയാണ് പിന്നീട് സങ്കടത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ്. 11 മരണം, 50 പേർക്ക് പരിക്കേറ്റ സാഹചര്യം. സർക്കാർ ഇപ്പോൾ മജിസ്ട്രേറിയൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ 50 പേർക്ക് പരിക്കേറ്റിരുന്നു. അവരുടെ പരിക്ക് ഗുരുതരമായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെയൊക്കെയുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? പരിക്കുകൾ ഒക്കെ എത്രത്തോളം ഗുരുതരമാണ്? അത്തരത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഒപ്പം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. അശ്വതി, ഇന്നലെ ഈ സമയം RCB വിജയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. വളരെ സന്തോഷകരമായ ഒരു കാഴ്ച. എന്നാൽ ആ ഒരു സന്തോഷത്തിന് 24 മണിക്കൂർ ആയുസ് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു താരങ്ങളെ സ്വീകരിക്കാനായി നടത്തിയ ഒരു ചടങ്ങിലേക്ക് വലിയൊരു സന്തോഷിക്കേണ്ട ഒരു ചടങ്ങിൽ വലിയൊരു ദുരന്തമാണ് വന്നെത്തിയിരിക്കുന്നത്. അതിന് മറ്റാരുമല്ല, ഈ ജനങ്ങളും അതുപോലെ തന്നെ സർക്കാരും തന്നെയാണ് കാരണക്കാർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഈ ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് 35,000 ആളുകൾക്ക് ഇരിപ്പിടത്തിന് സൗകര്യമുള്ള സ്റ്റേഡിയമാണ്. അവിടെ എത്തിയത് ഇന്ന് 3 ലക്ഷത്തിലധികം ആളുകളാണ് തങ്ങളുടെ പ്രിയ താരങ്ങളെ കാണാനായിട്ട് അവിടെ എത്തി. ആ ഒരു സ്റ്റേഡിയത്തിനകത്ത് മാത്രം കയറിയത് 3 ലക്ഷം ആളുകളാണ്. കൂടാതെ ഈ പുറത്ത് ഈ വിധാൻ സൗധയ്ക്ക് ചുറ്റും തിങ്ങിക്കൂടിയത് 2 ലക്ഷം ആളുകളാണ്. അതായത് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പോലും വേണ്ടത്ര സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. ഇത്രയും ജനങ്ങളെ നിയന്ത്രിക്കാനായി ആകെ ഉണ്ടായിരുന്നത് വെറും 5000 പോലീസുകാർ മാത്രമായിരുന്നു. ഈ താരങ്ങൾ തിരിച്ച് ബംഗളൂരുവിലേക്ക് എത്തുന്ന സമയം ഇവർക്ക് വിധാൻ സൗധയിൽ ഒരു സ്വീകരണ ചടങ്ങ് ഏർപ്പെടുത്തിയിരുന്നു. ഈ ഒരു സ്വീകരണ ചടങ്ങ് കഴിയുന്ന മുറയ്ക്ക് 10 മിനിറ്റ് മാത്രമായിരുന്നു ഈ വിധാൻ സൗധയിൽ ഈ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വിധാൻ സൗധയിൽ നിന്നും ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഒരു വിക്ടറി പരേഡ് അറേഞ്ച് ചെയ്തിരുന്നു. ഇത് RCB മാനേജ്മെൻ്റ് ആണ് ഈ ഒരു വിക്ടറി പരേഡിന് വേണ്ടിയിട്ട് അനുമതി തേടിയിരുന്നത്. പക്ഷേ ഇതിന് അനുമതി ലഭിക്കുന്നത് 3 മണിക്ക് മാത്രമാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മാത്രമാണ് അനുമതി ലഭിക്കുന്നത്. കാരണം സുരക്ഷാ കാരണങ്ങളും അതുപോലെ തന്നെ ബംഗളൂരു പോലെ അത്ര തിരക്കുള്ള നഗരത്തിൽ ഇത്തരത്തിലൊരു വിക്ടറി പരേഡ് നടത്തിയാൽ എങ്ങനെ ശരിയാകും എന്നുള്ള ഒരു നിഗമനത്തിൽ ആദ്യം ട്രാഫിക് പോലീസ് ഇതിന് അനുമതി നൽകിയിരുന്നില്ല. പക്ഷേ ഈ ഒരു RCB മാനേജ്മെൻറ്റിൻ്റെ ഈ സമ്മർദ്ദ ഫലമായും കൂടാതെ ഈ ഒരു താരങ്ങൾ 18 വർഷത്തിന് ശേഷം കപ്പ് കൊണ്ടുവരുന്നു, അത്തരത്തിലുള്ളൊരു സന്തോഷവും മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ അവസാന നിമിഷമാണ് ഈ ഒരു വിക്ടറി പരേഡ് നടത്താനായി അനുമതി കൊടുക്കുകയുണ്ടായത്. അപ്പോൾ ഈ ഒരു അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് വിക്ടറി പരേഡ് നടത്തുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ബംഗളൂരുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. നമുക്കറിയാം, ബംഗളൂരു എന്ന് പറയുന്നത് 1,14,00,000-ലധികം ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി IT കമ്പനികൾക്കുള്ളൊരു ഏരിയ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിക്ടറി പരേഡിൻ്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം
ശേഷം മിക്ക കമ്പനികളും അവധി പ്രഖ്യാപിക്കുകയും ഈ ഒരു നമ്മുടെ ഇഷ്ടതാരങ്ങളെ കാണുക എന്ന അവരുടെ ആഗ്രഹം മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇത് സർക്കാർ ഇത് മുന്നിൽ കണ്ടില്ല. ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകും അല്ലെങ്കിൽ ഇത്ര ഒരു തിക്കും തിരക്കും ഉണ്ടാകും എന്നുള്ള സർക്കാർ ഈ മുന്നിൽ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയതും വിധാൻ സൗദയിൽ നിന്നും ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള ഈ ഒരു വിക്ടറി പരേഡ് അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു. കാരണം മഴയുണ്ടായിരുന്നു ആ സമയം. അപ്പോൾ ഈ ഒരു വിക്ടറി പരേഡ് ഒഴിവാക്കി എന്നറിഞ്ഞ സമയത്ത് ഈ താരങ്ങളൊക്കെയും സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും ചെയ്തു. ബാക്കി 2 ലക്ഷം ആളുകൾ വിധാൻ സൗദയ്ക്ക് പുറത്തും നിൽക്കുന്നൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ ആളുകളെല്ലാം കൂടി തന്നെ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു വലിയൊരു അപകടം ഉണ്ടായത്. പക്ഷേ ഈ ഒരു അപകടം ഉണ്ടായ സമയത്തും അകത്ത് ഈ താരങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ആഘോഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സർക്കാർ ഈ ഒരു അപകടം തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ ഒരു മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരുടെ ഭാഗത്താണ് തെറ്റ്, എവിടെയാണ് പിഴച്ചത് എന്ന് കണ്ടെത്താനായി ഒരു മജിസ്റ്റീരിയൽ അന്വേഷണം 15 ദിവസത്തിനകം ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് കൈമാറണമെന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ശരി, അതുതന്നെയാണ്. ബംഗളൂർ ദുരന്തത്തിൽ സർക്കാർ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിശദാംശങ്ങളാണ് ഐശ്വര്യ നൽകിയത്. കേരളത്തിൽ ദേശീയപാത നിർമ്മാണം ഡിസംബറോടെ പൂർത്തീകരിക്കുമെന്ന് ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചയിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കൂരിയാട് ദേശീയപാതയുടെ നിർമ്മാണ ചെലവ് കരാർ കമ്പനി വഹിക്കും. അതേസമയം ദേശീയപാത സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തുക വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തരുതെന്ന ആവശ്യവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയായിരുന്നു മുഖ്യമന്ത്രിയും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ഡൽഹിയിൽ നടന്നത്. 1 മണിക്കൂർ നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ദേശീയപാത 66 ഡിസംബറോടെ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകി. 2026 പുതുവർഷ സമ്മാനമായി ദേശീയപാത 66 നാടിന് സമർപ്പിക്കാനാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. കേരളം കാത്തിരുന്ന മറ്റു ചില പദ്ധതികളിലും കേന്ദ്രത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പദ്ധതി സെപ്റ്റംബറിൽ ഉത്തരവിറങ്ങും. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ജൂലൈയിൽ ഉത്തരവാകും. കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായ മറ്റൊരു പ്രധാന വിഷയമായിരുന്നു ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ. നിർമ്മാണത്തിലുണ്ടായ വീഴ്ചയിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അപാകത ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കൂരിയാട് ദേശീയപാതയിലെ നിർമ്മാണത്തിനായി ഉണ്ടാകുന്ന ചെലവ് കരാർ കമ്പനി വഹിക്കും. 360 മീറ്റർ വയഡക്ട് നിർമ്മിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളെ കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിപ്രായം ആ ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. കൂരിയാട് ഇതിന്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയും വിശദീകരിച്ചതാണ്. ഇപ്പോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുന്ന എടുത്ത് 360 മീറ്റർ വയഡക്ട് നിർമ്മിക്കുമെന്നുള്ള നേരത്തെ അറിയിച്ച വിവരം അത് ഉറപ്പുവരുത്താൻ തീരുമാനം ഇന്നത്തെ. അതേസമയം റോഡ് നിർമ്മാണത്തിൽ മണ്ണിന്റെ ഗുണമേന്മ പരിശോധിക്കേണ്ടത് ജലസേചന വകുപ്പും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടി. ദേശീയപാത സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തുക വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തരുതെന്ന ആവശ്യവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. ഇക്കാര്യം കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ ചെങ്ങളായി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. പനംകുന്നത്താണ് 4 മീറ്ററോളം ആഴമുള്ള കുഴി രൂപപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് റോഡിലെ കുഴി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സമയം കഴിയുന്തോറും കുഴിയുടെ ആഴം കൂടി വരികയായിരുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ വിദഗ്ധ പരിശോധന ആവശ്യമാണെന്ന് തളിപ്പറമ്പ് തഹസിൽദാർ അറിയിച്ചു. ഇലക്ട്രിസിറ്റി ജീവനക്കാരാണ് അവരുടെ കമ്പ് എത്തുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ചെറിയ രീതിക്ക് കണ്ട അർത്ഥം നമ്മളിന്ന് രാവിലെ നോക്കുമ്പോൾ വളരെ വെളിപ്പെടുത്തുന്ന രൂപത്തിലായിട്ടാണ് ഉള്ളത്. ഇപ്പം ബന്ധപ്പെട്ട അധികാരിയോട് അടിയന്തരമായി ജീവനജീവി പരിശോധിച്ച് കൂടുതൽ നടപടി എടുക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. നാട്ടുകാരാകെ ഇതിൻ്റെ അവസ്ഥ വെച്ച് നാട്ടുകാരാകെ ഒരു പ്രയാസത്തിലാണ് ഉള്ളത്. ഇതിപ്പോൾ വാഹനഗതാഗതം ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ബാധ്യത വാഹനഗതാഗതം തടഞ്ഞിട്ടുണ്ട്.
റോഡ് നിർമ്മാണത്തിൽ കോടികളുടെ വൻ അഴിമതിയാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനെതിരെ സർക്കാരിന് പരാതിയില്ലെന്നും പരാതിപ്പെടാൻ ധൈര്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാരിലെ ചിലർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈവേ നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. ഗുരുതരമായ എഞ്ചിനീയറിംഗ് പിഴവുകൾ, മണ്ണ് പരിശോധന നടത്താതെ നിർമ്മിതികൾ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നം, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കേരളത്തിൽ വ്യാപകമായി മിക്കവാറും നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും ചീട്ടുകൊട്ടാരം പോലെ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് അപകട ഭീഷണി ഉയർന്നതിനാൽ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിഞ്ഞു. സ്ഥലത്ത് നിരവധി വീടുകളും അപകട ഭീതിയിലാണ്. ദേശീയപാതയോട് ചേർന്നുള്ള ചട്ടൻചാൽ പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നു. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള 7 കിലോമീറ്റർ പാതയിലാണ് അപകട ഭീഷണി. പാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ചത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് തന്നെ അപകട ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ച പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ഒഴിയാൻ കാരണമായത്. കനത്ത മഴയിൽ ചെളിവെള്ളം കെട്ടിക്കിടന്ന് സ്റ്റേഷൻ പരിസരത്തേക്ക് പോലീസ് വാഹനങ്ങളടക്കം കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഏത് സമയത്തും മണ്ണിടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് പ്രദേശം. കരാർ കമ്പനി ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ വിലയിരുത്താതെയാണ് നിർമ്മാണങ്ങൾ നടത്തിവരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. വീടുകളിലേക്കടക്കം ചെളിവെള്ളം എത്തുകയാണ്. 7 കിലോമീറ്റർ നീളത്തിലുള്ള ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെയുള്ള മുഴുവൻ പ്രദേശവാസികളും അവരെല്ലാം വീട്ടിലേക്കും അവരെ വളപ്പിലേക്കും എല്ലാം മഴവെള്ളം കയറി. മഴവെള്ളം എന്ന് പറഞ്ഞാൽ പോലെ ചെളിവെള്ളം. ഇപ്പൊ തെക്കിലൊക്കെ സെപ്റ്റിക് ടാങ്കും കിണറും എല്ലാം ഒന്നായി പോയിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നാട്ടിലുണ്ട്. അവിടത്തേക്ക് ടാങ്കറിൽ വെള്ളം അടിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. സ്ഥലത്ത് മലവെള്ളപ്പാച്ചിലടക്കം ഉണ്ടായിരുന്നു. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ഡ്രെയിനേജ് സംവിധാനം പലയിടങ്ങളിലുമില്ല. സ്കൂൾ കുട്ടികളടക്കം നടന്നു പോകുന്ന പ്രദേശത്ത് സർവീസ് റോഡില്ലാത്തതും വലിയ ആശങ്ക ഉയർത്തുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കാം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അടുക്കവേ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. മുഖ്യമന്ത്രി മലപ്പുറത്തെ അധിക്ഷേപിച്ചുവെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ പ്രതിപക്ഷം നിലമ്പൂരിലെ വോട്ടർമാരെ വർഗീയമായി ഭിന്നിപ്പിക്കുകയാണെന്ന് ഇടതുമുന്നണി നേതാക്കളും ആരോപിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിൽ എത്തുന്നതോടെ വാക്പോര് കൂടുതൽ കടുക്കും. മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷമാണ് വിവാദത്തിന് തുടക്കമിട്ടത്. മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ നടത്തിയ പരാമർശമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചരണ രംഗത്ത് സജീവമായി ഉപയോഗിക്കുന്നത്. കൂടാതെ എ. വിജയരാഘവൻ ഉൾപ്പെടെ നേരത്തെ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും പ്രതിപക്ഷം ആയുധമാക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വാചകം ആവർത്തിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും പറയാനുള്ളത് ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ദേശീയപാതയുടെ തകർച്ചയും പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് വിഷയമാണ്. നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും ചീട്ടുകൊട്ടാരം പോലെ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി. അപ്പൊ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി? സർക്കാരിന്. ഞങ്ങളുടെ ചോദ്യം, ഈ കേരള സർക്കാരിന് പരാതിയില്ലേ? എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ ഇടതുപക്ഷം തിരിച്ചടി നൽകുന്നു. നിലമ്പൂരിലെ വോട്ടർമാരെ വർഗീയമായി ഭിന്നിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് വിജയരാഘവൻ ആരോപിച്ചു. നിലമ്പൂരിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. എന്തൊരു ആപത്കരമായ സമീപനമാണ് UDF ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സതീശനെ മനസ്സിലാക്കുന്നില്ല. സതീശന് ഈ മലപ്പുറം ജില്ലയെ മനസ്സിലാക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിലെത്തുന്നതോടെ ആരോപണങ്ങൾ ഇനിയും ഉയരും. ഇതിനിടയിൽ മണ്ഡലത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുമോ എന്ന് കണ്ടറിയണം. അമൃത ന്യൂസ്, മലപ്പുറം. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് PV അൻവർ. തന്നെ വഞ്ചകൻ എന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യഥാർത്ഥ വഞ്ചകനെന്നും VS-നെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായിയുടെ മുഖ്യമന്ത്രി പദമെന്നും അൻവർ ആരോപിച്ചു.
PV അൻവറിന്റെ വൻ ചതിയാണ് നിലമ്പൂരിനെ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതെന്ന് കഴിഞ്ഞ ദിവസം LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് അൻവർ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തു വന്നത്. വഞ്ചകന്മാർക്ക് നേതൃത്വം നൽകുന്ന വൻ വഞ്ചകനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. VS അച്യുതാനന്ദനെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായിയുടെ മുഖ്യമന്ത്രി പദമെന്നും അൻവർ പറഞ്ഞു. മലപ്പുറത്തെയും മുനമ്പത്തെയും വഞ്ചിച്ച മുഖ്യമന്ത്രിയാണ് തന്നെ വഞ്ചകനെന്ന് വിളിക്കുന്നത്. ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത്. അന്ന് നൽകിയിരുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല. CRCയും NRCയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ. പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്? ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണല്ലേ ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും അൻവർ ആരോപണം ഉന്നയിച്ചു. 60 കിലോമീറ്റർ വേണം ഇപ്പൊ കോഴിക്കോട്ടേക്ക്, പെരിന്തൽമണ്ണയിലേക്ക് വെറും 14 കിലോമീറ്റർ. ആ മുണ്ടേരി ഒന്ന് ക്രോസ് ചെയ്താൽ മതി. ഒരു ഫ്ലൈ ഓവർ പോലെ പാത കെട്ടിയാൽ 1 ഇഞ്ച് ഭൂമി വേണ്ട, മൃഗങ്ങൾ അടിയിലൂടെ പോയിക്കോളും. സ്ഥലം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്നു. കേരളത്തിന്റെ നിയമസഭയിൽ PV അൻവർ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത കത്തവിടെ കിടക്കുക. എക്സ്ചേഞ്ച് ഭൂമി, നിങ്ങൾ അതിനൊരു പണം ചെലവാക്കണ്ട എന്ന് പറഞ്ഞത് അട്ടിമറിച്ചു. എന്തിന് തുരങ്കമുണ്ടാക്കി കമ്മീഷൻ അടിക്കാൻ? ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയില്ലേ? പത്രസമ്മേളനം വിളിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു മുഹമ്മദ് റിയാസിനെയും ഈ പറയുന്ന മുഖ്യമന്ത്രിയെയും. തിരുവനന്തപുരത്തേക്ക് ഞാൻ വരാം. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അൻവർ ആരോപണം ഉന്നയിച്ചില്ല. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവർ ഇതുവരെ പ്രചരണ രംഗത്ത് സജീവമായിട്ടില്ല. 7-ാം തീയതിക്ക് ശേഷം മാത്രമേ പ്രചരണം തുടങ്ങൂവെന്ന് അൻവർ പറഞ്ഞു. അമൃത ന്യൂസ്, മലപ്പുറം. PV അൻവർ UDFന് ഒരു പ്രശ്നമേ അല്ലെന്ന് K മുരളീധരൻ. നിലമ്പൂരിൽ മത്സരം UDFും LDFും തമ്മിലാണ്. അതിൽ നല്ല മാർജിനിൽ UDF വിജയിക്കും. അൻവർ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമെന്നും K മുരളീധരൻ കൊല്ലത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അൻവർ മത്സരിക്കാതിരിക്കുകയോ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഇവിടെ അതൊരു പ്രശ്നമല്ല. നിലമ്പൂരിൽ മത്സരം UDF LDF ആയിട്ടാണ്. അത് ഞങ്ങൾ നല്ല മാർജിൻ ഞങ്ങൾ ജയിക്കും. അതുകൊണ്ട് ബാക്കി ആര് മത്സരിക്കുന്നു അത് അവരുടെ ഇഷ്ടം. അതുപോലെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മത്സരം UDF LDF മത്സരമാണ്. ഞങ്ങൾക്ക് നല്ല ഉറച്ച പ്രതീക്ഷയാണ് ആ സീറ്റിനെ കുറിച്ച്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ PV അൻവറിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ വിവരങ്ങൾ ചോർത്തിയെന്ന കേസിലാണ് നോട്ടീസ്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ സംഭാഷണം ചോർത്തിയെന്ന് അൻവർ തന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. സൈബർ ക്രൈം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കലാപാഹ്വാന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് അൻവറിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുകേഷ് M. നായർ പങ്കെടുത്തതിൽ പ്രധാന അധ്യാപകന് വീഴ്ച പറ്റിയെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. സ്കൂൾ അധികൃതരുടെ വീഴ്ച അംഗീകരിക്കാനാകില്ല എന്നും കർശന നടപടിയുണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. റിപ്പോർട്ടിൽ വിദ്യാഭ്യാസ ഡയറക്ടർ കൂടുതൽ വ്യക്തത തേടിയിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയുണ്ടാകും. തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിലാണ് പ്രവേശനോത്സവത്തിൽ മുഖ്യാതിഥിയായി പോക്സോ കേസിലെ പ്രതി വ്ളോഗർ മുകേഷ് M. നായർ പങ്കെടുത്തത്. സംഭവം വിവാദമായതോടെ മുകേഷ് M. നായരെ പങ്കെടുപ്പിച്ചത് സ്പോൺസർമാരാണ് എന്ന വിശദീകരണമാണ് സ്കൂൾ അധികൃതർ നൽകിയത്. തങ്ങൾക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് സ്കൂൾ അധികൃതർ കൈയൊഴിയാൻ ശ്രമിക്കുമ്പോഴാണ് കർശന നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് രംഗത്ത് വരുന്നത്. ഒരു പോക്സോ കേസിലെ പ്രതിയെ മുഖ്യ അതിഥിയായി പങ്കെടുപ്പിച്ചതിൽ സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ അധികൃതർക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് കാട്ടി വിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് റിപ്പോർട്ട് മടക്കി അയച്ചിട്ടുണ്ട്. അതേസമയം സ്കൂൾ അധികൃതരുടെ വീഴ്ച അംഗീകരിക്കാനാകില്ല എന്നും കർശന നടപടിയുണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും വ്യക്തമാക്കി. സ്വാഭാവികമായിട്ട് അവരെന്ത് പറഞ്ഞാലും എന്ത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്കൂൾ അധികൃതർക്ക് അതിനൊരു വീഴ്ചയുണ്ടല്ലോ. അപ്പോൾ ഒരു സന്നദ്ധ സംഘടന അവിടെ അവരെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിദ്യാർത്ഥികളുടെ ഒരു സംസ്ഥാനാടിസ്ഥാനത്ത് നടക്കുന്ന ഒരു പൊതുചടങ്ങിൽ ആരെയും കയറ്റി പങ്കെടുപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു HMനും അവിടുത്തെ ടീച്ചർമാർക്കും ഇങ്ങനെ ഒരു വ്യക്തിയെ അറിയില്ല എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിലെത്തി ഹെഡ്മാസ്റ്ററുടെ മൊഴിയെടുത്തു. സ്കൂളിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനെത്തിയ സംഘടനയാണ് മുകേഷ് M. നായരെ പങ്കെടുപ്പിച്ചത് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അർദ്ധനഗ്നയാക്കി വീഡിയോ ചിത്രീകരിച്ച കേസിൽ പ്രതിയാണ് മുകേഷം നായർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തനിക്കെതിരായ പോക്സോ കേസ് കെട്ടിച്ചമച്ചെന്ന വ്ളോഗർ മുകേഷം നായർ മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ ആരും വാർത്ത നൽകിയില്ല. വേടനും തനിക്കും രണ്ട് നീതിയെന്നും വേടനെ ചേർത്ത് പിടിച്ച സർക്കാർ തന്നെ ചവിട്ടിയരയ്ക്കുന്നുവെന്നും മുകേഷം നായർ പറഞ്ഞു. നമ്മളെ പേരിലൊരു വ്യാജ പരാതി കൊടുത്തു, വ്യാജ കേസ് എടുത്തു, കോടതി അതിന് മുൻകൂർ ജാമ്യം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഗ്രാവിറ്റി ഉള്ള ഒരു കേസിന് കോടതി ബെയിൽ തരണമെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബെയിൽ തരണമെങ്കിൽ അതിൽ മെറിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിയിൽ ഗുരുതര കണ്ടെത്തൽ. പ്രതികൾ CWC ചെയർമാന്റെ ഓഫീസിലെത്തി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്ന ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ഉത്തരവിലാണ് ഈ പരാമർശങ്ങൾ ഉള്ളത്. കോന്നി DYSP, SHO എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പ് ഉത്തരവിൽ പോക്സോ കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ചേർത്തിരിക്കുന്ന പ്രധാന പരാമർശങ്ങൾ ഇങ്ങനെ: ഒന്നാം പ്രതി നൌഷാദ് തോട്ടത്തിൽ, രണ്ടാം പ്രതി എന്നിവർ ചേർന്ന് കേസിന്റെ തുടക്കത്തിൽ CWC ഓഫീസിലെത്തി ചെയർമാനെ നേരിട്ട് കാണുകയും കേസ് ഒത്തുതീർപ്പിനോ സ്വാധീനിക്കാനോ ശ്രമിച്ചു. അതിജീവിത ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ CWCക്ക് റിപ്പോർട്ട് പോലീസിന് കൈമാറേണ്ടി വന്നു. 10 ദിവസത്തിന് ശേഷമാണ് CWC റിപ്പോർട്ട് പോലീസിന് കൈമാറിയതെന്നും കണ്ടെത്തലുണ്ട്. ഇത് പ്രതികൾക്ക് ഗുണകരമായെന്നും വിലയിരുത്തൽ. ഒന്നാം പ്രതിയുടെയും ഭാര്യയുടെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാണ് കേസ് അട്ടിമറി ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തിയത്. കേസിന്റെ തുടക്കത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയതിനാണ് വകുപ്പുതല അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം കോന്നി DYSP രാജപ്പൻ D, CI ശ്രീകാന്ത് P എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. ഒന്നാം പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകനും UDF കാലത്തെ ഗവൺമെന്റ് പ്ലീഡറുമായിരുന്ന നൌഷാദ് തോട്ടത്തിലിനെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന പരാതിയിലാണ് വകുപ്പുതല ആഭ്യന്തര അന്വേഷണം നടത്തിയത്. മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പിടികൂടാൻ പോലും പോലീസ് ശ്രമിച്ചിരുന്നില്ല. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതി പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം നേടുകയായിരുന്നു. 17-കാരിയെ അതിജീവിതയുടെ ബന്ധുവിന്റെ സഹായത്തോടെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇനി ടോപ്പ് 10 സ്പെഷ്യൽ വാർത്ത എന്താണെന്ന് നോക്കാം. തകർന്ന റോഡിലൂടെ ഇനിയും എത്ര നാൾ സഞ്ചരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ കൈപ്പള്ളി എറവ് പ്രദേശവാസികൾ. എറവ് കൈപ്പള്ളി റോഡ് നിർമ്മാണം ആരംഭിച്ച് 2.5 വർഷം പിന്നിട്ടിട്ടും പാതി വഴിയിൽ നിലച്ചതായാണ് പരാതി. റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ടതായ തുക നൽകിയില്ലെന്ന് പറഞ്ഞ് റോഡ് പണി നിർത്തിവെച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 4 കിലോമീറ്റർ വരുന്ന എറവ് കൈപ്പള്ളി റോഡ് സംസ്ഥാന പാത അരിമ്പൂരിൽ നിന്ന് ആറാങ്കല്ലിൽ എത്തിച്ചേരുന്നതാണ്. അരിമ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന ഈ റോഡ് ടാർ ചെയ്ത അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടി നിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിലേക്ക് പ്രപ്പോസൽ വെച്ചതാണ്. 2023 TN പ്രതാപൻ MP ആയിരുന്ന കാലഘട്ടത്തിലാണ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. റോഡിന്റെ വീതി 8 മീറ്ററായും 6 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്താൻ 3,26 ലക്ഷം രൂപയായിരുന്നു എസ്റ്റിമേറ്റ് തുക. അതിനിടെയാണ് ഈ വഴിയിലൂടെ ജൽജീവൻ മിഷന് വേണ്ടി പൈപ്പിടാൻ വാട്ടർ അതോറിറ്റി എത്തുന്നത്. പൈപ്പിടാൻ കുത്തിപ്പൊളിക്കുന്ന റോഡ് റീസ്റ്റോർ ചെയ്യാനായി PMGSYയിൽ വാട്ടർ അതോറിറ്റി 42 ലക്ഷം രൂപ കെട്ടിവെക്കേണ്ടതുണ്ട്. എന്നാൽ പണമില്ലാത്തതിനാൽ കാശടയ്ക്കാനും കഴിഞ്ഞിട്ടില്ല. വാട്ടർ അതോറിറ്റി പണമടച്ചില്ലെന്ന് പറഞ്ഞാണ് കരാറുകാരൻ റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചതെന്നാണ് ആരോപണം. റോഡ് നിർമ്മാണം നിലച്ചതിന്റെ പേരിൽ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള പോരും രൂക്ഷമാണ്. റോഡ് നിർമ്മാണത്തിൽ വീഴ്ച വരാൻ കാരണം പഞ്ചായത്താണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. കൈപ്പള്ളി തൊട്ട് ആറാങ്കല്ല് വരെയുള്ള റോഡ് പ്രധാനമന്ത്രിയുടെ ഗ്രാമീൺ സഡക് യോജന പ്രകാരം നമുക്ക് ഈ റോഡിന് 3,18 ലക്ഷം രൂപ നമുക്ക് ഇതിന് ഫണ്ട് പാസ്സായിട്ടുള്ളതാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ആകെ റോഡേതാ എന്നൊന്നും നമുക്കറിയാത്തൊരു സാഹചര്യമാണ്. ഈ ശോചനീയാവസ്ഥ പരിഹരിക്കാനായിട്ട് നമ്മുടെ ഈ അരിമ്പൂർ പഞ്ചായത്തിൻ്റെ ഭരണകൂടം യാതൊരു വിധത്തിലുള്ള നടപടികളും നാളെ ഇന്നേ വരേക്ക് എടുത്തിട്ടില്ല. ഈ റോഡ് പണി അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഇതുവരെയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ ജൽജീവൻ മിഷൻ്റെ പൈപ്പിടൽ കൂടി വന്നതോട് കൂടിയിട്ടാണ് റോഡ് ഇത്രയ്ക്കും പൊട്ടിപ്പൊളിയാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പഞ്ചായത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും PMGSYക്ക് റോഡിന്റെ അവകാശം വിട്ടു നൽകിയതിനാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കാണെന്നും പഞ്ചായത്ത് അധികൃതരും പറയുന്നു. ഇത് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ട് ഇത് ചെയ്യേണ്ടത് PMGSY ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ നിർമ്മാണം നടത്തുന്നവരാണ്. അവരാണ് കരാറുകാർക്ക് പണം കൊടുക്കേണ്ടത്. അരിമ്പൂർ പഞ്ചായത്തിന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജനങ്ങളുടെ ദുരിതം മാറ്റാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ വലയുന്നത് പ്രദേശവാസികളായ സാധാരണക്കാരാണ്. റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ.
സ്കൂൾ തുറന്നതോടെ കുട്ടികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡ് ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രതികരണം നോക്കാം. ഇനിയിപ്പോൾ കാലവർഷം തുടങ്ങാണ്. ഇപ്പോൾ തന്നെ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പം ഇനി കാലവർഷം തുടങ്ങാൻ പോവാണ്. ഇവിടെ എൻ്റെ അറിവിലൊരു 8 സ്കൂളിൻ്റെ വണ്ടികൾ ഇതിൽ ഓടുന്നുണ്ട്. ബസ്സായിട്ടും ഓട്ടോകളായിട്ടും ഒരുപാട് കുട്ടികൾ, ചെറിയ കുട്ടികളടക്കം ഇവിടുന്ന് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു കാൽനടക്കാരന് ഇപ്പോൾ യാത്ര ചെയ്യണമെങ്കിൽ സാധിക്കില്ല. ആറാങ്കല്ല് വരെയുള്ള റോഡിലുള്ള സഞ്ചാരം എങ്ങനെയായിരിക്കും എന്നൊന്ന് പരിശോധിക്കേണ്ടതാണ്. കുട്ടികൾ സൈക്കിളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ സൈഡിൽ കൂടെ ഒക്കെ എങ്ങനെ കുട്ടികൾക്ക് പോകാൻ പറ്റും? ഈ ഫണ്ട് പാസ്സാക്കി 3,18,00,000 രൂപ പാസ്സാക്കിയെങ്കിലും അത് പാസ്സാക്കി കഴിഞ്ഞാൽ 72 ദിവസത്തിനുള്ളിൽ കരാറുകാരൻ നിശ്ചയിക്കുകയും 1 വർഷം കൊണ്ട് പണി അവസാനിപ്പിക്കുമെന്നാണ് നിബന്ധന വന്നത്. ഇത് 1 വർഷം കഴിഞ്ഞപ്പോൾ 2ാമത്തെ വർഷം ഈ ഒക്ടോബറിലേക്ക് അവസാനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഫണ്ട് നഷ്ടപ്പെട്ടു എന്നതാണ് നമ്മുടെ ധാരണ. വാർത്തയുടെ വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നൽകും. ഹരീഷ്, പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. ഈ നാട്ടുകാർ, സ്കൂൾ കുട്ടികളടക്കം ഈ പ്രശ്നങ്ങളിൽ വലയുന്നുമുണ്ട്. പ്രദേശവാസികളും നിരവധി ആരോപണങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. ഹരീഷ്, തൃശ്ശൂർ എറവ് കൈപ്പിള്ളി 4 കിലോമീറ്ററുള്ള ഈ ഒരു റോഡാണ് ഇപ്പോൾ ശോചനീയാവസ്ഥയിൽ തുടരുന്നത്. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ വളരെ പ്രയാസപ്പെട്ടാണ് ആളുകൾ ഗതാഗതം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് PMSGY ഈ പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോഡാണ്. ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ തുക ഏകദേശം 3 കോടിക്കപ്പുറം തുക ലഭിച്ചിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ഇത് എന്നുള്ളത്. പക്ഷേ ഇത് പല കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ നിർമ്മാണം നീണ്ടുപോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ റോഡ് നിർമ്മാണത്തിന്റെ പകുതി വെച്ച് ഈ വാട്ടർ അതോറിറ്റി വരികയും ഇത് പൈപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ റോഡ് പൊളിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ റോഡ് പൊളിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത തുക വാട്ടർ അതോറിറ്റി PMGSYയിൽ കെട്ടിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതുവരെയും വാട്ടർ അതോറിറ്റി ആ ഒരു തുക കെട്ടിവെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കരാറുകാരൻ ഇതിൽ നിന്നും പിന്മാറി എന്നുള്ളൊരു കാര്യമാണ്, ഒരു പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു റോഡ് പണി പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആവശ്യവും അവിടെ ശക്തമാവുകയാണ്. പഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ കയ്യിലല്ല, അത് PMGSY പദ്ധതിക്ക് അല്ലെങ്കിൽ അവരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഇതിന് മുൻകൈയിട്ട് ഇറങ്ങേണ്ടത്. പഞ്ചായത്തിൻ്റെ പക്കലല്ല ഇതിൻ്റെ നിയന്ത്രണം എന്നുള്ളൊരു കാര്യമാണ് പഞ്ചായത്തും പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രത്യാരോപണങ്ങൾക്കിടയിൽ സത്യം പറഞ്ഞാൽ പെട്ടുപോകുന്നത് നാട്ടുകാരാണ്. എത്രയും പെട്ടെന്ന് ആ ഒരു റോഡ് പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ്. ശരി, വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി തീർത്ഥാടകർ മിനയിലേക്ക് നീങ്ങി തുടങ്ങി. തീർത്ഥാടകരെ സ്വീകരിക്കാൻ മിന അടക്കമുള്ള പുണ്യനഗരികൾ ഒരുങ്ങിക്കഴിഞ്ഞു. സൗദിയുടെ ഹെൽത്ത്, ട്രാഫിക് അടക്കമുള്ള എല്ലാ മന്ത്രാലയങ്ങളും പൂർണ്ണ സജ്ജമാണ്. തീർത്ഥാടകർ ഇന്ന് രാത്രി മിനായിൽ രാപ്പാർക്കും. നാളെയാണ് അറഫ സംഗമം. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കമായി. തമ്പുകളുടെ നഗരമായ മിനയും അറഫയും അടക്കമുള്ള എല്ലാ പുണ്യനഗരങ്ങളും എല്ലാ അർത്ഥത്തിലും ഹാജിമാരെ സ്വീകരിക്കാൻ സജ്ജമായിട്ടുണ്ട്. പുണ്യഭൂമി പൂർണ്ണമായും സൗദി സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ്. പുണ്യനഗരിയിലേക്ക് തെസിരി ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം. 2,00,000-ലേറെ പേരെയാണ് തെസിരി ഇല്ലാത്തതിന്റെ പേരിൽ മക്ക ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചയച്ചത്. ഈ വർഷം ആഭ്യന്തര തീർത്ഥാടകരടക്കം ഏകദേശം 18 ലക്ഷത്തോളം പേരാണ് ഹജ്ജ് ചെയ്യുക. 1,22,518 തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനെത്തിയത്. അതിൽ 18,000 തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ തന്നെ ഇന്ത്യൻ ഹാജിമാർ മിനായിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച രാത്രി മിനായിൽ രാപ്പാർക്കുന്ന ഹാജിമാർ വ്യാഴാഴ്ച പുലർച്ചെ അറഫയിലേക്ക് നീങ്ങും. വ്യാഴാഴ്ചയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. ഈ പ്രാവശ്യം ഹജ്ജിന് കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ ജാഗ്രത വേണമെന്ന് ഹജ്ജ് മന്ത്രാലയം ഹാജിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുൽഫിഖ്റദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി മക്കയിലും പുണ്യസ്ഥലങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം. രാഷ്ട്രീയ വിഭാഗീയത പതാകയോ മുദ്രാവാക്യങ്ങളോ ഉയർത്തുന്നത് കർശനമായി നിരോധിച്ചു. കാബയുടെ പ്രദക്ഷിണം ചെയ്യുന്ന മതാഫ് സ്ഥലം തീർത്ഥാടകർക്ക് മാത്രമായി നീക്കിവച്ചിട്ടുണ്ട്. ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തവരെയും നിയമലംഘകരെയും തടയാൻ മക്കയിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കുമുള്ള റോഡുകളിലും ഇടനാഴികളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ കർശന നിരീക്ഷണം നടത്തുന്നു. പുണ്യസ്ഥലങ്ങളിൽ പാചകത്തിനായി തീ കത്തിക്കുന്നത് വിലക്കിയിട്ടുണ്ട്.
തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര വീഴ്ച. രോഗിക്ക് കണ്ണുമാറി കുത്തിവയ്പ് നൽകി. 59 വയസ്സുകാരിയായ രോഗിയുടെ ഇടത് കണ്ണിന് പകരം വലത് കണ്ണിൽ കുത്തിവയ്പ് നൽകിയ ഡോക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അസിസ്റ്റന്റ് പ്രൊഫസർ SS സുജേഷിനെ പ്രതിയാക്കി വഞ്ചൂർ പോലീസ് കേസെടുത്തു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്ന മകൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഭീമാപള്ളി സ്വദേശിയായ അസൂറ ബീവി എന്ന 59-കാരി കഴിഞ്ഞ 2 ആഴ്ചയായി ഇടത് കണ്ണിന്റെ കാഴ്ചമങ്ങൽ കാരണം ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഡോക്ടർ SS സുജീഷാണ് ചികിത്സിച്ചിരുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും കണ്ണിൽ കുത്തിവയ്പ്പെടുക്കാനായി മകൻ മരുന്ന് വാങ്ങി നൽകുകയും ചെയ്തിരുന്നു. മരുന്ന് വിപണിയിലില്ലാത്തതിനാൽ ഡോക്ടർ നിർദ്ദേശിച്ച സ്വകാര്യ വ്യക്തിയിൽ നിന്നും 6000 രൂപ കൊടുത്തു വാങ്ങുകയായിരുന്നു. കുത്തിവയ്പ്പിന് മുമ്പ് രോഗമുള്ള ഇടത് കണ്ണ് വൃത്തിയാക്കുകയും ചെയ്തു. എന്നാൽ കുത്തിവയ്പ് എടുത്തത് വലത് കണ്ണിലായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറോട് അന്വേഷിച്ചപ്പോൾ വലത് കണ്ണിൽ ചുവപ്പുണ്ടായിരുന്നുവെന്നും അതേ തുടർന്ന് കുത്തിവയ്പ് നൽകിയെന്നുമാണ് വിശദീകരിച്ചത്. നിരുത്തരവാദപരമായ ആശുപത്രി അധികൃതരുടെ സമീപനത്തിൽ ഉടൻ തന്നെ മകൻ പോലീസിൽ പരാതിപ്പെട്ടു. ഇടത് കണ്ണിൽ മാത്രം തുള്ളിമരുന്ന് ഒഴിക്കാൻ വേണ്ടി തുള്ളിമരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് 2-3 ദിവസം ഒഴിച്ചതിന് ശേഷമാണ് ഇന്നലെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിയത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കണ്ണെല്ലാം ക്ലീൻ ചെയ്തു, ഇടത് കണ്ണ് ക്ലീൻ ചെയ്തു. പിന്നെ എങ്ങനെയെന്ന് അറിയില്ല, അത് വലത് കണ്ണിലാണ് ഇഞ്ചെക്ട് ചെയ്തത്. അത് തിരിച്ച് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ഈ കേസ് മനസ്സിലായത്. വാളിലോട്ട് മാറ്റിയപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഡോക്ടറെ പോയി സംസാരിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. മുഖ്യമന്ത്രി അടക്കം ആരോഗ്യ മിനിസ്റ്റർക്ക് അടക്കം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. DMOയ്ക്കും ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകി. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഡോക്ടർ SS സുജേഷിനെ സസ്പെൻഡ് ചെയ്തത്. സുജീഷിനെ പ്രതിയാക്കി വഞ്ചൂർ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നേഷൻസ് ലീഗ് ഫുട്ബോൾ ആദ്യ സെമിയിൽ മുൻ ചാമ്പ്യന്മാരായ പോർച്ചുഗൽ ഇന്ന് ജർമ്മനിയെ നേരിടും. മ്യൂണിക്കിലെ അലിയാൻസ് അരീന സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ആദ്യ കിരീടം ലക്ഷ്യമിടുന്ന ജർമ്മനിക്ക് സ്വന്തം തട്ടകത്തിൽ കളിക്കുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ്. ക്യാപ്റ്റൻ ജോഷുവ കിമിച്ചിന്റെ 100ാം മത്സരം കൂടിയാണിത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ മികച്ച താരനിരയുമായാണ് എത്തുന്നത്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം. നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെ ബോബി നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കും. ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നും നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു പ്രയോഗങ്ങളെന്നും കുറ്റപത്രത്തിലുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ പലർക്കുമെതിരെ പ്രതി നടത്തിയ ലൈംഗികാധിക്ഷേപത്തിന്റെ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ലൈംഗികാധിക്ഷേപത്തിന് പുറമെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന്റെ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ നടത്തിയ അഭിമുഖങ്ങളുടെ വീഡിയോ ക്ലിപ്പുകളും നടിയുടെ രഹസ്യമൊഴിയും സാക്ഷിമൊഴികളും കേസിൽ നിർണായകമാണ്. നടിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. ജനുവരി 8-ന് വയനാട്ടിലെ റിസോർട്ടിന് സമീപത്ത് നിന്നാണ് ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് കാക്കനാട് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി. ജയിൽ മോചിതനായ ശേഷം പരസ്യമായി മാപ്പ് ചോദിച്ച് ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തിയിരുന്നു. മാർക്കറ്റിംഗിനായി പലതും പറയാറുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നുമായിരുന്നു പ്രതികരണം. അമൃത ന്യൂസ്, കൊച്ചി. രാജ്യത്ത് സെൻസസിനൊപ്പം ജാതി സെൻസസ് നടത്താൻ കേന്ദ്രം 2027 മാർച്ച് 1 മുതൽ ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായി സെൻസസ് നടത്താനാണ് തീരുമാനം. ജനസംഖ്യ കണക്കാക്കുന്നതിനുള്ള സെൻസസ് 2027 മാർച്ച് 1 മുതൽ നടക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജാതി സെൻസസും ഇതോടൊപ്പം നടത്താനാണ് തീരുമാനം. അടുത്ത സെൻസസിൽ ജാതി ഉപജാതി വിവരങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഏപ്രിൽ 30-ന് തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. ഏറ്റവും അവസാനം 2011-ലായിരുന്നു സെൻസസ് നടത്തിയിരുന്നത്. 2021-ൽ നടക്കേണ്ട സെൻസസ് കോവിഡിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ മഞ്ഞുവീഴ്ചയുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം ഒക്ടോബറിൽ തന്നെ സെൻസസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2029-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2030-ഓടെ സെൻസസിലെ വിവരങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ഇതിനുശേഷം ലോക്സഭാ മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും അടക്കമുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയേക്കുമെന്നാണ് കരുതുന്നത്. 2027-ൽ സെൻസസ് നടപടികൾ ആരംഭിച്ചാൽ 16 വർഷത്തിനു ശേഷം നടക്കുന്ന ആദ്യത്തെ സെൻസസ് ആയിരിക്കും. പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ജാതി സെൻസസിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴൊന്നും തീരുമാനമെടുക്കാത്ത കേന്ദ്രം ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ജാതി സെൻസസ് നടപ്പാക്കാൻ ആഹ്വാനം ചെയ്തതെന്ന്
പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV.